അങ്ങനെ നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഗെയിം ഫ്രണ്ട്ഷിപ്പ് ഗെയിം ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, ജിസേൽ ചെറിയൊരു പൊസസീവ്നെസ്സിനെ കുറിച്ചൊക്കെ കേട്ടു, ശരിയാണോ? അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ആണ് ലാലേട്ട, ഞാനിവിടെ സംസാരിക്കാൻ അവനെ വിളിച്ചപ്പോൾ അവൻ ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. പക്ഷേ ലക്ഷ്മി വന്നപ്പോൾ അവനത് പറഞ്ഞില്ല. ലക്ഷ്മിയുടെ കൂടെ അവൻ അവിടെ ഇരുന്ന് സംസാരിച്ചു എന്ന്. അപ്പം നമ്മുടെ ആര്യൻ മോൻ ഒരു കാര്യം പറഞ്ഞു, അത് പിന്നെ ലാലേട്ടാ, ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുമ്പം ലക്ഷ്മി ഇവളെ പോലെ കിടന്ന് ഞാൻ പറഞ്ഞ് ഓവറാക്കാറില്ല. പക്ഷേ ഇവളുടെ കൂടെ സംസാരിക്കുമ്പോൾ ഇവൾ അങ്ങനെ കിടന്ന് കാണിക്കാറുണ്ടെന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് ഹൗസ് മേറ്റ്സ് എല്ലാവരും ആര്യനെ ഒരുമിച്ച് മോക്ക് ചെയ്യാൻ തുടങ്ങി. ഓഹോ, അങ്ങനെയാണോ ആര്യ, ഇത്രയും നാളും നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നെന്നുള്ള രീതിയിൽ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ആര്യൻ ലക്ഷ്മിയുമായിട്ടൊരു കൂട്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്, നൈസായിട്ട് ജിസേലിനെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട്. രാവിലെ ഡാൻസ് കളിക്കുന്നിടം തൊട്ട് ലക്ഷ്മിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. ജിസേലിനും അത് തോന്നി. അതങ്ങനെ തന്നെയാണ്. കാരണം നൈസായിട്ട് ജിസേലിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആര്യൻ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 2 വീക്കായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത പല ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും അവർ കേൾക്കുന്നുണ്ട്. ആര്യൻ കേൾക്കുന്നുണ്ട്, ആര്യൻ നല്ലൊരു ഗെയിമറാണ്, ജിസേൽ ആര്യൻ്റെ ഗെയിം കുളവാക്കിക്കൊണ്ടിരിക്കുകയാണ്, പാവാടയാണ്. അത് സ്വന്തം ഹൗസ് മേറ്റ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരിൽ നിന്നും കേട്ടു. പിന്നെ ഫാമിലി വീക്ക് വന്നപ്പോൾ ഫാമിലി പലരായിട്ട് ദിയാസാന ജാസ്മിനൊക്കെ പല രീതിയിൽ കേട്ടിട്ടുണ്ട് ആര്യൻ. പിന്നെ ജിസേലിൻ്റെ മമ്മി ആര്യനോട് ഒരുമാതിരി ഒരു അവോയ്ഡ്നെസ് ഫീൽ ചെയ്തപ്പം അതും ആര്യനൊരു ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് തോന്നിക്കാണും. ആര്യനൊരു സെൽഫ് റെസ്പെക്റ്റ്, എല്ലാവരും ഇങ്ങനെ പറയുന്നു, ജിസേലിൻ്റെ മമ്മിയും കൂടി ഇങ്ങനെ ചെയ്തപ്പോൾ ആര്യന് അത്രയ്ക്ക് അങ്ങോട്ടത് ദഹിച്ചില്ല. ആര്യൻ അപ്പം ചിന്തിച്ച് കാണും ഈ ജിസേലിനെ ഒഴിവാക്കി കളിക്കാമെന്ന്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആര്യൻ ഇങ്ങനെ ചെയ്തത്. അത് ഭയങ്കര വിസിബിളാണ്. കാരണം കഴിഞ്ഞ വീക്ക് വരെയും ജിസേലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ട് പെട്ടെന്ന് ആര്യൻ ഉൾട്ടയടിച്ച് കട്ടപ്പയായത്. ഒബ്വിയസ്ലി അത് ആര്യൻ ഒറ്റയ്ക്ക് കളിക്കണം, ജിസേലിനെ ഒഴിവാക്കിയാലേ തൻ്റെ ഗെയിം നല്ല രീതിക്ക് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ ശരിക്കും തകരാൻ പോകുന്നത് ജിസേലിൻ്റെ ഗെയിമാണ്. കാരണം ജിസേലിൻ്റെ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ആര്യനാണ്. ആര്യനില്ലാതൊരു വേറൊരു ഗെയിം ജിസേലിന് അവിടെ ഇല്ല. ആദ്യം അനുമോളുമായിട്ട് ചെറിയൊരു കോഫി മോഷണം, പിന്നെ മേക്കപ്പ് മോഷണം, അങ്ങനത്തെ കുറച്ച് ഗെയിമുകൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ അനുമോൾ അത് വിട്ടു, കംപ്ലീറ്റ്ലി വിട്ടതിന് ശേഷം എല്ലാവരും അന്ന് സപ്പോർട്ട് ചെയ്തവരാരും ഇപ്പം പക്ഷേ ഒരു തരത്തിലും അവരെ സപ്പോർട്ടും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, വേറൊരു ഗെയിമും ജിസേലിന് അവിടെ ഒട്ടില്ലതാനും. അതെല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. ആര്യൻ്റെ ഗെയിം നശിപ്പിക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ജിസേൽ ശരിക്കും ഇപ്പം കോംപ്ലിക്കേറ്റഡായി നിൽക്കുകയാണ്. പലതരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പം ജിസേലിൻ്റെ എവിക്ഷനെ കുറിച്ച് കേൾക്കുന്നത്. ജിസേലാണ് ഇന്ന് ഔട്ട് ആകുന്നത് എന്നുള്ള തരത്തിലൊക്കെയുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ആര്യൻ എന്തായാലും ഇനി ജിസേലുമായിട്ടുള്ളൊരു കോംബോ പിടിച്ച് നിൽക്കാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ജിസേലിൻ്റെ ഗെയിം എന്താണ്, ജിസേൽ ഇനി എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, ജിസേൽ അവിടെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ ജിസേൽ കളി മാറ്റി പിടിക്കുമോ, ആര്യൻ്റെ ഗെയിം ഇനി എങ്ങനെയാണ്, ജിസേൽ ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഹൗസ് മേറ്റ്സിന് വരുന്ന കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ.